ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് മടി പിടിച്ച ദിവസങ്ങളിലേ ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആക്കാൻ പറ്റിയ ഒരു അഡാറ് റെസിപ്പി ആട്ടോ, സിമ്പിളായിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ ഇപ്പോൾ 2 സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് അതിലോട്ട് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം ചേർക്കാം കേട്ടോ. എന്നിട്ട് അതിലോട്ട് 2 കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് 3 ആക്കണമെങ്കിൽ 3 ആക്കാം, ഒരെണ്ണം വേണ്ടവർക്ക് ഒരെണ്ണം ആക്കാം. നിങ്ങളിഷ്ടത്തിനനുസരിച്ച് സവാളയും കുരുമുളകും എഗ്ഗും ഒക്കെ കൂട്ടും കുറക്കും ചെയ്യാം കേട്ടോ. ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു നല്ല അത്യാവശ്യം നമ്മുടെ ഒരു റൗണ്ടിലുള്ളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ മുട്ട ഒഴിക്കുക. എന്നിട്ട് ഈ മുട്ട നന്നായിട്ട് വെന്ത് വരരുത് കേട്ടോ. ഒഴിച്ച പാട് നമ്മൾ മൊത്തത്തിലൊന്ന് കറക്കി എടുത്തതിന് ശേഷം അതിലോട്ട് നിങ്ങൾക്ക് എത്ര ബ്രെഡാണോ വേണ്ടത് അത്രയും ബ്രെഡ് ഒന്ന് ഒരു ഭാഗം ഒന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിൽ ഡിപ്പ് ചെയ്തിട്ട് മറിച്ചിടുക കേട്ടോ. അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്, അതായത് മുറിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ മുട്ടല്ലേ നന്നായിട്ട് വേവുന്ന മുന്നേ തന്നെ ഈ മുട്ട എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതാക്കുക. ഞാൻ ഇപ്പോൾ സെൻറ്റർ കട്ട് ചെയ്യുന്നുണ്ട്, മറിച്ചിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ഈ മുട്ടയുടെ എല്ലാ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും എത്തുന്ന രീതിയിൽ നമ്മൾ മടക്കി എടുത്തതിന് ശേഷം അത് ഉടഞ്ഞു പോവാതെ ചട്ടിയിൽ നിന്ന് മറിച്ചിടുക. ഞാൻ ഈ ഐറ്റം ഫസ്റ്റ് കഴിച്ചത് ഊട്ടിയിൽ നിന്നാട്ടോ. ഊട്ടി പോയിരുന്നപ്പോൾ നമ്മുടെ ഈ വഴിയോര കച്ചവടം ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ ഇവിടെ വന്ന് ട്രൈ ചെയ്താട്ടോ. അവർ വേറെ എന്തൊക്കെയോ ഒരു മസാല ചേർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാനിങ്ങനെ ചെയ്യലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇത് മറിച്ചിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ട്, ഇപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ അടിയിൽ നല്ല കുറച്ച് കനൊക്കെ കുറഞ്ഞ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് 2 ഭാഗം നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിൻ്റെ മുകളിൽ വേണ്ടവർക്ക് ടൊമാറ്റോ സോസ് വേണ്ടവർക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിക്കാം. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു പീസ് ഈ 2 ബ്രെഡുള്ള ഒരൊറ്റ പീസ് വെച്ച് നമ്മൾ വരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.